ഇന്ന് വീണ്ടും നമ്മുടെ താരം മത്തിയാണേ. കുറേ നാളായി നമ്മൾ മത്തിയായിട്ട് എത്തിയിട്ട്. പണ്ട് നമ്മൾ സ്ഥിരമായിട്ട് മത്തിയായിരുന്നു. മത്തി നമുക്കങ്ങനെ മറക്കാൻ പറ്റത്തില്ല. ഇന്നപ്പോൾ വീണ്ടും 2 കിലോ മത്തിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. 2 കിലോ മത്തി വൃത്തിയാക്കി വരുമ്പോഴത്തേക്ക് അതൊരു 1 കിലോ ആവുമല്ലോ. അതിൻ്റെ തലയും അതിൻ്റെ കുടലും ഒക്കെ പോയിട്ട് അങ്ങനെ വൃത്തിയാക്കി എടുത്തിരിക്കുന്ന മത്തി 1 കിലോ അടുപ്പിച്ചുണ്ട്. ഇതിനകത്ത് ഞാൻ കുറച്ചെടുത്ത് വറക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും കൂടെ കുറച്ച് കുറഞ്ഞു. പിന്നെ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഇന്നിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് കുറച്ച് അച്ചാറിടാമെന്ന് കരുതിയേ. ഇവിടെ മക്കൾക്ക് അച്ചാർ വളരെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് എടുത്ത മത്തി കുറച്ച് എണ്ണയിലോട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുകയാണ്. എണ്ണ ഞാൻ വളരെ കുറച്ചാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. എല്ലാ ഐറ്റങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ എണ്ണ വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ ആരോഗ്യം കൂടെ നോക്കിയിട്ടാണ് കേട്ടോ എണ്ണ വളരെ കുറച്ച് ഉപയോഗിക്കുന്നത്. ചിലരെങ്കിലും എൻ്റെ വീഡിയോ കാണുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും എന്തേ എണ്ണയൊക്കെ കുറച്ച് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ മത്തി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അച്ചാറിടാനായിട്ടുള്ള തയ്യാറെടുപ്പാണേ. ഒരു പാത്രത്തിലോട്ട് എണ്ണയൊക്കെ ഒന്ന് ചൂടായി കടുവൊക്കെ പൊട്ടി വന്നപ്പോഴത്തേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളക് വേണമെങ്കിൽ ഇടാം. ഞാനിവിടെ പച്ചമുളക് ഇടുന്നില്ല. ഒക്കെ ഇട്ടൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉലുവാപ്പൊടി കായപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇവയെല്ലാം കൂടി ഇട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അതിനകത്തോട്ട് നമ്മൾ എടുത്തു വച്ചേക്കുന്ന കുറച്ച് വിനാഗിരിയിലാണ് അച്ചാറൊക്കെ ഇടുന്നത്. മീനച്ചാറൊക്കെ നന്നായി വിനാഗിരിയിലാണ് ഇടുന്നത്. പക്ഷേ ഞാനിവിടെ മക്കൾക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് ചെയ്യുന്നതല്ല. ഇത് ചെയ്തെടുത്തപ്പോൾ ഒരു വീഡിയോയും കൂടെ ആകാം എന്ന് കരുതി. അപ്പോൾ അതുകൊണ്ട് വിനാഗിരിയൊക്കെ വളരെ കുറച്ചേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഉണ്ടല്ലോ മൊത്തം വിനാഗിരിയിലാണ് കേട്ടോ അവർ ചെയ്യുന്നത്. ഇവിടെ ഞാൻ പിന്നെ കുറച്ച് തിളച്ച വെള്ളവും കൂടെ ഒഴിച്ചു. എന്നിട്ട് 2 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിൽ വെച്ചു. അതിനുശേഷം നമ്മൾ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും പാത്രങ്ങളിൽ ഇട്ട് വെക്കാം. ചൂട് പോവാതെ ഇത് അടച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് ചീത്തയാവാൻ സാധ്യതയുണ്ട്. ആവി നിന്നിട്ട് അതാണ് ചൂട് പോയിട്ട് അടച്ച് വെക്കാമെന്ന് പറഞ്ഞത്. 2 ദിവസം കഴിഞ്ഞ് ഇതിനകത്ത് ഉപ്പും എരിയും പുളിയൊക്കെ ഇറങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മത്തി അച്ചാർ. അപ്പോൾ ഇത് നിർത്തുകയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.